ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാsedutips. നമ്മുടെ KTET എക്സാം എല്ലാം അടുത്തെത്താറായി. അപ്പോൾ നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്കൊരു മോഡൽ എക്സാം ചെയ്ത് നോക്കാം. സൈക്കോളജിയുടെ ആണ് കേട്ടോ. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാക്സിമം പറ്റുമെങ്കിൽ ഒരു പേപ്പറും പെന്നും അല്ലെങ്കിൽ ഒരു ബുക്കും പെന്നും വെച്ചിട്ട് നിങ്ങളൊന്ന് ആൻസേഴ്സ് ഒന്ന് എഴുതിയിട്ട് നോക്കുക കേട്ടോ. അത് എഴുതി ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ച് പോവും. 40 ക്വസ്റ്റ്യൻസ് വായിക്കും. ലാസ്റ്റ് അതിന് ശേഷം നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. നിങ്ങൾ എക്സാം എഴുതുന്ന ആ ഒരു രീതിക്ക് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻറ്റ് ലേണേഴ്സ്? Options: they have uniformity in their physical development, they have stable self-concepts, they often experience mood swings and emotional turmoil, they have high hopes and aspirations for their future, they have increased group pressure. ഇതിൽ കറക്റ്റ് ആൻസർ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് A, C, D and E only, C and D only, B, C and E only, A and B only. ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. അപ്പോൾ നിങ്ങളതിനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസറിലോട്ട് എത്തുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. അപ്പോൾ ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻസ് എഴുതിയാലും അല്ലെങ്കിൽ ഏതാ നമ്പർ എന്നുള്ളത് എഴുതിയാലും മതി. അല്ലാത്ത പക്ഷം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ തന്നെ എഴുതുക കേട്ടോ. അതായത് ഇപ്പോൾ വിച്ച് സൈക്കോളജിസ്റ്റ് കോയിൻ ദ ടേം സ്റ്റോം ആൻഡ് സ്ട്രെസ് ഇൻ അഡോളസൻസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആരാണെന്നുള്ളത് ആൻസർ ആ പേരെടുത്ത് എഴുതുക കേട്ടോ. പിന്നെ ഇങ്ങനത്തെ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആൻസർ തന്നെ എടുത്ത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ക്ലർക്ക്, എൽ ഹൾ, ലോറൻസ് കോൾബർഗ്, സ്റ്റാൻലി ഹാൾ, ജെറോം ബ്രൂണർ. വിച്ച് സൈക്കോളജിസ്റ്റ് കോയിൻ ദ ടേംസ് സ്ട്രോം ആൻഡ് സ്ട്രെസ് ഇൻ അഡോളസൻസ്? ആൻസർ എടുത്ത് എഴുതുക. ക്ലർക്ക്, എൽ ഹൾ, ലോറൻസ് കോൾബർഗ്, സ്റ്റാൻലി ഹാൾ, ജെറോം ബ്രൂണർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണേ. While doing experiments and practical work, Shyama's performance is the best in her class. She is considered a very creative person, so she is learning a concept by. Options വായിക്കുകയാണ്. Imitation, convergent thinking, divergent thinking, modeling. എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എ ചൈൽഡ് ഹു ഹാസ് എ ഹൈ ലെവൽ ഓഫ് ക്യൂരിയോസിറ്റി, വെൽ ഡെവലപ്ഡ് ഇമാജിനേഷൻ ആൻഡ് ക്യാൻ റിമെമ്പർ ആൻഡ് റിറ്റെയിൻ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഈസ് എ ഗിഫ്റ്റഡ് ചൈൽഡ്, റിട്ടാർഡഡ് ചൈൽഡ്, ഡിസേബിൾഡ് ചൈൽഡ്, നോർമൽ ചൈൽഡ്? കിട്ടിയല്ലോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എൻകറേജ്? ഇൻക്ലൂസീവ്, ഇൻ്റഗ്രേറ്റഡ്, സ്പെഷ്യൽ, റെഗുലർ? വാട്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എൻകറേജ്? ഇൻക്ലൂസ്, ഇൻ്റഗ്രേറ്റഡ്, സ്പെഷ്യൽ, റെഗുലർ? കിട്ടിയല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണേ. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ലേണിംഗ് educational psychology is essential for a teacher because. Options വായിക്കാം. Teacher can acquire subject competency, teaching skills can be enhanced, a teacher can plan appropriate learning strategies suitable to the learner, professional growth of teacher can be ensured. എഴുതിയല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സെവൻത്ത് ക്വസ്റ്റിനോട്ട് പോവുകയാണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ് ടു കരിക്കുലം ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ മീറ്റിംഗ് ദി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്? ബിഹേവിയർ റാഷണൽ അപ്രോച്ച്, ഇൻ്റലക്ച്വൽ അക്കാഡമിക് അപ്രോച്ച്, സിസ്റ്റംസ് മാനേജറൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് എസ്തെറ്റിക് അപ്രോച്ച്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ചസ് ടു കരിക്കുലം ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ്സ് സ്കോപ്പ് ഫോർ ഡെവലപ്പിംഗ് ദി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്? Behavioral rational approach, intellectual academic approach, systems managerial approach, humanistic aesthetic approach? Next question. Change and stability in emotions, personality and social relationships together constitute psychosocial development, cognitive development, personality development, emotional development.
Change and stability in emotions, personality and social relationship together constitute. എഴുതിയല്ലോ അല്ലേ? 9th question. Psychoanalysis was founded by Freud, Adler, Ising, Jung. Psychoanalysis was founded by. 10th ചോദ്യം നോക്കാം. Which of the following factor influences personality development of a child? Hereditary, social environment, physical environment, all of the above. Okay, 11th ചോദ്യത്തിലോട്ട് പോവാണ്. The act that supports the rights of differently abled persons is RTE Act, RTI Act, PWD Act, POCSO Act. The act that supports the rights of differently abled person is. ആൻസർ എഴുതിയത് വിശ്വസിക്കുന്നു. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൻസ് മെക്കാനിസംസ് ആർ മോട്ടിവേറ്റഡ് ബൈ കോൺഷ്യസ് തോട്ട്സ്, ഡിപ്രഷൻ ഫീലിംഗ്, അൺകോൺഷ്യസ് തോട്ട്സ്, ഇറാഷണൽ തോട്ട്സ്. ഡിഫൻസ് മെക്കാനിസംസ് ആർ മോട്ടിവേറ്റഡ് ബൈ ഏതാണ് എഴുതിയല്ലോ അല്ലേ? അപ്പോൾ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ എ പേഴ്സൺ വെൻ ഹി ഗെറ്റ്സ് ആംഗ്രി അറ്റ് ഹിസ് ചൈൽഡ് ഓർ സ്പൗസ് ബിക്കോസ് ഹി ഹാഡ് എ ബാഡ് ഡേ അറ്റ് വർക്ക്? ഡിനയൽ, റിപ്രഷൻ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത് പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, പാവ്ലോ. സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഇത് നിങ്ങൾ വേഗം ആൻസർ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു പിയാഷെ, സ്പെസിഫിക് സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ് that is organized ways of making sense of experiences are called schemas, images, mental maps, mental tools. എഴുതിയല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് acquisition of language for children? Listening, speaking, reading, writing. Listening, reading, speaking, writing. Listening, writing, speaking, reading. Listening, speaking, writing, reading. കിട്ടിയല്ലോ. ഇനി 17ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ പ്രോസസ് ത്രൂ വിച്ച് മീനിങ് ഫുൾ ലേണിംഗ് പ്രോസസ് ഒക്കേഴ്സ്? റിപ്പിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിറക്ഷൻ, എക്സ്പ്ലോറേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ, മെമ്മറൈസേഷൻ ആൻഡ് റീകോൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ പ്രോസസ് ത്രൂ വിച്ച് മീനിങ് ഫുൾ ലേണിംഗ് പ്രോസസ് ഒക്കേഴ്സ്? റിപ്പിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡിറക്ഷൻ, എക്സ്പ്ലോറേഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ, മെമ്മറൈസേഷൻ ആൻഡ് റീകോൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ ആണ്. ചിൽഡ്രൻ ലേൺ ഇഫക്റ്റീവ്ലി വെൻ ദേ മെമ്മറൈസ് ഫാക്ട്സ് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, ദേ കോപ്പി ആൻസേഴ്സ് റിട്ടേൺ ബൈ ദ ടീച്ചർ ഓൺ ദ ബ്ലാക്ക് ബോർഡ്, ദേ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ടാസ്ക്, ദ ടീച്ചർ ഫുള്ളി കൺട്രോൾസ് എവറിത്തിങ് ദറ്റ് ഹാപ്പൻസ് ഇൻ ദ ക്ലാസ് ഇൻക്ലൂഡിംഗ് ദ ചിൽഡ്രൻ. ചിൽഡ്രൻ ലേൺ ഇഫക്റ്റീവ്ലി വെൻ എപ്പോഴാണെന്നുള്ള കാര്യം എഴുതിയല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 19th ക്വസ്റ്റ്യൻ ആണ്. എ ചൈൽഡ് റീസൺസ് യു ഡു ദിസ് ഫോർ മീ ആൻഡ് ഐ വിൽ ഡു ദാറ്റ് ഫോർ യു. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോൾബർഗ്സ് മോറൽ റീസണിംഗ് വുഡ് ദിസ് ചൈൽഡ് ഫോൾ? ദി ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ, ദി പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, ദി ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ, ദി സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ. A child reasons you do this for me and I will do that for you. In which stage of Kohlberg moral reasoning would this child fall? കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. സക്സസ്ഫുൾ ഇൻക്ലൂഷൻ requires the following except involvement of parents, capacity building, sensitization, then segregation. Successful inclusion requires the following except involvement of parents, capacity building, sensitization, then segregation. കിട്ടിയല്ലോ. ഓക്കെ,
one question നോക്കാം. The concept of object permanence is attained during Piaget's dash stage of development. The concept of object permanence is attained during Piaget's dash stage of development. Pre-operational, concrete operational, formal operational, sensory motor stage. The next question. Jean Piaget described intelligence in the form of dash, dash and dash. Options: number, mass and weight, assimilation, accommodation and equilibration, values, culture and habit, variables, constant and alphanumerics. Jean Piaget described intelligence in the form of dash, dash and dash. കിട്ടിയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ചോദ്യം. The Right of Children to Free and Compulsory Education Act 2009 ensures the rights of children with disabilities to free education from 6 years to 18 years, 3 years to 18 years, 6 years to 14 years, 6 years to 22 years. The Right of Children to Free and Compulsory Education Act 2009 ensures the rights of children with disabilities to free education from. കിട്ടിയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു മാച്ചിങ് ആണ് കേട്ടോ. മാച്ച് ദ തിയറിസ്റ്റ് ടു ദെയർ കറസ്പോണ്ടിങ് തിയറി. അപ്പോൾ തിയറീസും കറസ്പോണ്ടിങ് തിയറി നോക്കാം. എഡ്വേർഡ് സി ടോൾമാൻ, കേർട്ട് ലിവിൻ, ക്ലർക്ക് ഹൾ, BF സ്കിന്നർ, ഡ്രൈവ് റിഡക്ഷൻ മോഡൽ, ഫീൽഡ് തിയറി, ഒപ്പാറൻറ്റ് കണ്ടീഷനിങ്, സൈൻ ലേണിംഗ് തിയറി. അപ്പോൾ നിങ്ങൾ തിയറിസ്റ്റും ആ ഒരു തിയറി ആരുതാണ് എന്നങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ എഴുതിയാലും മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഈസ് സിമിലർ ടു ദി ലോ ഓഫ് പ്രോക്സിമിറ്റി? Law of proximity. Which one of the following groups is similar to the law of proximity? പിക്ചേഴ്സ് തന്ന ആ ഒരു പിക്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഓപ്ഷൻ എഴുതിയാൽ മതി ഇതിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഓർഗനൈസേഷൻ NCSE set up to improve the delivery of education services through inclusive education stands for National Council for Special Education, National Council for School Education, National Council for Social Education, National Committee for Science Education. NCSE stands for എഴുതിയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 27ാമത്തെ ചോദ്യമാണ്. ഡാഷ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മെഷറിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സ്. സോഷ്യോമെട്രി, സിമെട്രി, അസസ്മെൻറ്റ്, ഇവാലുവേഷൻ. Dash is a qualitative method for measuring social relationship, sociometry, symmetry, assessment, evaluation. കിട്ടിയല്ലോ അല്ലേ? 28ാമത്തെ ചോദ്യം. According to the multiple intelligence theory of Gardner, dash involves ability to comprehend words and sentences, good reading, writing, memorizing new words and so on. Linguistic intelligence, spatial intelligence, logical mathematical intelligence, body kinesthetic intelligence. ഓക്കെ, 29ാമത്തെ ചോദ്യം നോക്കാം. കണ്ടീഷൻ റെസ്പോൺസ് മേ ബി എലിമിനേറ്റഡ് ബൈ വിഡ്രോയിങ് റീഇൻഫോഴ്സ്മെൻറ്റ്. ദിസ് ഈസ് നോൺ ആസ് എക്സ്റ്റൻഷൻ, ഡിസ്ക്രിമിനേഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, സ്റ്റിമുലസ് ജനറലൈസേഷൻ. കിട്ടിയല്ലോ? ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ആഹാ മൊമെൻറ്റ്? Preparation, incubation, illumination, verification. Stage of creativity that is characterized by aha moment. കിട്ടിയല്ലോ? ഇനി 31ാമത്തെ ചോദ്യം നോക്കാം. Which of the following is not a developmental disorder? Dyslexia, autistic spectrum disorder, ADHD, cerebral palsy. Which of the following is not a developmental disorder? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐഡിയ ലൈഫ് സ്പേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബ്രൂണർ, വൈഗോട്സ്കി, കേർട്ട് ലെവിൻ, പിയാഷെ. ദ ഐഡിയ ലൈഫ് സ്പേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബ്രൂണർ, വൈഗോട്സ്കി, കേർട്ട് ലെവിൻ, പിയാഷെ. So next question. Choose the right order of 3 modes of representation proposed by Jerome S. Bruner.
iconic representation leading to inactive representation, and finally symbolic representation. Inactive representation leading to iconic representation, and finally symbolic representation. Symbolic representation leading to iconic representation, and finally inactive representation. Inactive representation leading to symbolic representation, and finally iconic representation. 3 modes of representation proposed by Jerome S. Bruner. കിട്ടിയല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. 34th question. Some characteristics are given below. Identify the one which is not a characteristics of adolescence. Options നോക്കാം. It is the stage of life that begins at the onset of puberty when sexual maturity or the ability to reproduce is attained. B. Though the special changes that take place during this stage are universal, the social and psychological dimensions of the adolescence experiences depends on the cultural context. Option C. The hormone released during puberty results in the development of primary and secondary sexual characteristics. Option D. They are in pre-operational stage. ക്വസ്റ്റ്യൻസ് ലെങ്തി ആവുന്ന സമയത്ത്, ഓപ്ഷൻസ് എല്ലാം ലെങ്തി ആവുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് ആൻസറിലോട്ട് എത്തിയാൽ മതി കേട്ടോ. ഓക്കെ, ടൈം മതിയല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. The term spontaneous recovery relates with operant conditioning, social learning, classical conditioning, cognitive learning. The term spontaneous recovery relates to എഴുതിയല്ലോ അല്ലേ? The 5th development stage of Erikson is featured by establish intimate relationship, contribute to society, sense of self, sense of accomplishment. The 5th development stage of Erikson is featured by കിട്ടിയല്ലോ അല്ലേ? ഇനി 37ാമത്തെ ചോദ്യം നോക്കാം. ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ occurs from near to far region. Which of the following principles of the development explains this fact? Principle of continuity, principle of individual difference, cephalocaudal principle, proximo-distal principle. കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The term micro-teaching is associated with Skinner, D.W. Allen, Kurt Lewin, Robert Sternberg. The term micro-teaching is associated with കിട്ടിയല്ലോ. ഇനി അടുത്ത നോക്കാം. The correct order of Freud's psychosexual stage of development is oral, anal, latency, phallic, genital. Oral, latency, phallic, genital, anal, then oral, anal, phallic, latency, genital, then genital, anal, phallic, latency, oral. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സുരേഷ് failed in his KTET exam. For that he blames his teacher for his failure. This is an example for reaction formation, sublimation, regression, projection. Suresh failed in his KTET exam. For that he blames his teacher for his failure. This is an example for. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ 40 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അത്യാവശ്യം ടൈമൊക്കെ നിങ്ങൾക്ക് എഴുതാനുള്ള ടൈമൊക്കെ കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം ആൻസറിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ ആൻസറിലോട്ട് പോട്ടെ. ഫസ്റ്റ് മുതൽ നമുക്ക് ആൻസർ ഒന്ന് പറഞ്ഞു പോവാം. റെഡി ആണല്ലോ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻറ്റ് ലേണേഴ്സ്? ആൻസർ ഏതാണ് വരിക? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആൻഡ് ബി ആണ് അല്ലേ?
നോക്കൂ, നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദേ ഹാവ് യൂണിഫോമിറ്റി ഇൻ ദർ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യൂണിഫോം ആയിരിക്കില്ല, കാരണം ഓരോരോ ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓൾസോ വേരീസ് ആണ്. സോ ഇത് വരില്ല. ദെൻ ദേ ഹാവ് സ്റ്റേബിൾ കോൺസെപ്റ്റ് അല്ല. അപ്പോൾ ഇതിൽ രണ്ടാണോ സ്റ്റേബിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടില്ല, കാരണം അവർ ഓരോരുത്തരും അവരെയും പറഞ്ഞു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മൂഡ് സ്വിങ്സ് നമുക്കറിയാം, മൂഡ് സ്വിങ്സ് അവർക്ക് ഉണ്ടാവാറുണ്ട്. ദെൻ ഹോപ്സ്, ആസ്പിറേഷൻസും അതുപോലെ തന്നെ പിയർ പ്രഷറൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ ഏതാണ് വരിക? നോട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ എയും ബിയും എന്നത് ഏത് ഓപ്ഷനായിരുന്നു? ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷൻ എ ആൻഡ് ബി ഓൺലി എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ ഡൗട്ട് വരുന്ന സെഷൻ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. വിച്ച് സൈക്കോളജിസ്റ്റ് കോയിൻ ദ ടേം സ്റ്റോം ആൻഡ് സ്ട്രെസ് ഇൻ അഡോളസൻസ്? കിട്ടിക്കില്ല, എല്ലാവർക്കും ഒരു മാർക്ക് കിട്ടി. സ്റ്റാൻലി ഹോൾ ആണ്. ഇനി while doing experiments and practical works, Shyama performance is the best in her class. She is considered a very creative person. So she is learning a concept by എന്താണ് divergent thinking ആണ് അല്ലേ. അപ്പോൾ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞു. സോ എന്താണ് അവിടെ? ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് വരുന്നത്. ആൻസർ കിട്ടിയില്ലേ? ഇനി 4ാമത്തെ നോക്കുക. എ ചൈൽഡ് ഹു ഹാസ് എ ഹൈ ലെവൽ ഓഫ് ക്യൂരിയോസിറ്റി, വെൽ ഡെവലപ്ഡ് ഇമാജിനേഷൻ ആൻഡ് ക്യാൻ റിമെമ്പർ ആൻഡ് റിറ്റെയിൻ എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഈസ് എ ഹൈ ലെവൽ ഓഫ് ക്യൂരിയോസിറ്റി. അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടിയത് എന്താണ്? കുട്ടി ഗിഫ്റ്റഡ് ചൈൽഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഡസ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 എൻകറേജ്? അപ്പോൾ ഇത് ഏത് ടൈപ്പ് കരിക്കുലമാണ് എൻകറേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഇൻക്ലൂസീവ് കരിക്കുലമാണ്. ഇൻക്ലൂസീവ് ആണ്. ദെൻ 6ാമത്തെ, ലേണിംഗ് എഡ്യൂക്കേഷണൽ സൈക്കോളജീസ് ഈസ് എസെൻഷ്യൽ ഫോർ എ ടീച്ചർ ബിക്കോസ് എന്തായിരിക്കും? ടീച്ചർ കൺ പ്ലാൻ അപ്രോപ്രിയേറ്റ് ലേണിംഗ് സ്ട്രാറ്റജി സൂട്ടബിൾ ടു ദ ലേണർ. ടീച്ചേഴ്സ്ക്ക് നല്ല രീതിയിലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താനാണ് ഇത് ഹെൽപ്പ് ചെയ്യുക. ലേണിംഗ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. Then which of the following approaches to curriculum objectives provides scope for meeting the self actualization needs? അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മളൊന്ന് തിങ്ക് ചെയ്യിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് ആണ് കേട്ടോ. ഹ്യൂമനിസ്റ്റിക് ആൻഡ് ഈസ്തറ്റിക് അപ്രോച്ച് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഹ്യൂമനിസ്റ്റിക് വ്യൂവിലാണ് കുട്ടികളുടെ ആക്റ്റീവ് സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷനും അവരുടെ നീഡ്സിനും എല്ലാം കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് ദാറ്റ് മീൻസ് അവർക്കൊരു എക്സ്പീരിയൻസിന് എല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൂടെ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വ്യൂ പോയിൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ 4ാമത്തെ ഹ്യൂമനിസ്റ്റിക് ആൻഡ് ഈസ്തറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. ചേഞ്ച് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ഇമോഷൻസ്, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് എന്തായിരിക്കും? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആണ് കേട്ടോ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാം പറഞ്ഞതുകൊണ്ട് അതിൽ നമുക്ക് ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ എല്ലാം പെടും. അതുകൊണ്ട് ഇവിടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഇവിടെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ എടുത്ത് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്താണ്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആണ് വരുന്നത്. ദെൻ സൈക്കോ അനാലിസിസ് വാസ് ഫൗണ്ടഡ് ബൈ, ഒരു ഡൗട്ടും വേണ്ട അല്ലേ, സിഗ്മണ്ട് ഫ്രോയിഡ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്? ഓപ്ഷൻ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ 4ാമത്തെ, ഓൾ ഓഫ് ദ എബോ. ഹെറിഡിറ്ററി, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എല്ലാം തന്നെ വരും അല്ലേ. ഇനി 11ാമത്തെ ചോദ്യം, ദ ആക്ട് ദാറ്റ് സപ്പോസ് ദി റൈറ്റ്സ് ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ഈസ് ഏതാണ്? PWD ആക്ട് ആണ് അല്ലേ. PWD ആക്ട്. ഇനി ഡിഫൻസ് മെക്കാനിസംസ് ആർ മോട്ടിവേറ്റഡ് ബൈ, എങ്ങനെയാണ് ഡിഫൻസ് മെക്കാനിസം? നമ്മൾ പറഞ്ഞു അൺകോൺഷ്യസ് ലെവലിലാണ് വരുന്നത് അല്ലേ. സോ അൺകോൺഷ്യസ് തോട്ട്സ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ ദ പേഴ്സൺ വെൻ ഹി ഗെറ്റ്സ് ആംഗ്രി അറ്റ് ഹിസ് ചൈൽഡ് ഓർ സ്പൗസ് ബിക്കോസ് ഹി ഹാഡ് എ ബാഡ് ഡേ അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് അല്ലേ. വർക്കിലുണ്ടായ ആ ബാഡ് ഡേ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം ഇവിടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വൈഫിനോടും കുട്ടികളോട് കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരാളോടുള്ള ദേഷ്യം വേറൊരാളോട് കാണിക്കുക അല്ലെങ്കിൽ അതെന്ന് പറയുന്ന പേരാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം അറിയാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു മാർക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒന്ന് വരും കേട്ടോ. ഇനി ദ സ്പൈറൽ കരിക്കുലം ഈസ് അസോസിയേറ്റഡ് വിത്ത്, സ്പൈറൽ കരിക്കുലം ആരുടെയാണ്? ബ്രൂണർ. ഒത്തിരി പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ അക്കോർഡിംഗ് ടു പിയാഷെ, സ്പെസിഫിക് സൈക്കോളജിക്കൽ സ്ട്രക്ചേഴ്സ്, ഓർഗനൈസ്ഡ് വേസ് ഓഫ് മേക്കിംഗ് സെൻസ് ഓഫ് എക്സ്പീരിയൻസസ് ആർ കാൾഡ്.
നമ്മുടെ സ്കീമയാണ് അല്ലേ. സ്കീമിന് വേറൊരു വഴിക്ക് വളഞ്ഞൊക്കെ ചോദിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ പിയാഷെ എന്ന് പറയുമ്പോൾ അവിടെ ആ സൈക്കോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടണം. അതെന്താണ്? സ്കീമ തന്നെയാണ്. ഇനി വിച്ച് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഫോർ അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ് ഫോർ ചിൽഡ്രൻ? എന്താണ്? LSRW. നമ്മൾ ഒത്തിരി പഠിച്ചതാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. LSRW. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. The next one, 17th question answer നോക്കാം. Which of the following is not a key process through which meaningful learning process occurs? Not a key process ഏതാണ് വരിക? മെമ്മറൈസേഷൻ ആൻഡ് റീകോൾ ആണ് അല്ലേ. മീനിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ മെമ്മറൈസേഷനും റീകോളൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി അടുത്തത്, ചൈൽഡ് ലേൺ ഇഫക്റ്റീവ്ലി വെൻ? എപ്പോഴാണ്? ദ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ടാസ്ക്. ശരിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ എക്സാം ബൂസ്റ്റർ സെഷനിൽ ഇങ്ങനത്തെ ഒത്തിരി ടീച്ചിങ് ആപ്റ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയല്ലോ അല്ലേ? കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a child reasons, you do this for me and I will do that for you. In which stage of Kohlberg moral reasoning would this child fall? ഏതായിരിക്കും വരിക? നീ എനിക്കിത് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ നിനക്കത് ചെയ്തുതരാം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഇൻസ്ട്രുമെൻ്റൽ പേർപ്പസ് ഓറിയൻറ്റേഷൻ. ഏതാണ്? ഇൻസ്ട്രുമെൻ്റൽ പേർപ്പസ് ഓറിയൻറ്റേഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സക്സസ്ഫുൾ ഇൻക്ലൂഷൻ റിക്വയർസ് ദ ഫോളോയിങ് എക്സെപ്റ്റ്? എന്തായിരിക്കും? സെഗ്രിഗേഷൻ. ഒത്തിരി പറഞ്ഞ കാര്യമാണ്. സെപ്പറേഷൻ, സെഗ്രിഗേഷൻ ആണ് വരാത്തത്. എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് ഈസ് അറ്റൈൻ ഡ്യൂറിങ് പിയാഷെസ് ഡാഷ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്? ഏതാണ്? സെൻസറി മോട്ടോ സ്റ്റേജിലാണ് വരുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീൻ പിയാഷെ ഡിസ്ക്രൈബ് ഇൻ്റലിജൻസ് ഇൻ ദി ഫോം ഓഫ് ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ്. ഏതാണ്? അസിമിലേഷൻ, അക്കോമഡേഷൻ ആൻഡ് എക്വിലിബ്രേഷൻ. കിട്ടിയല്ല. ഇനി അടുത്തത്, ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എൻഷുവേഴ്സ് ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിത്ത് ഡിസബിലിറ്റീസ് ടു ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രം. അപ്പോൾ ഇതിലേത് ആൻസർ എന്ന് പറയുന്നത് കുറച്ച് പേരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പത്തെ സെഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വന്നവർക്ക് ഇതൊക്കെ അറിയാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 6 to 18 ഇയേഴ്സ് ആണ് കേട്ടോ. 6 to 18 ഇയേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസുള്ള കുട്ടികളുടെ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 6 years to 18 years. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 to 18 years. ദെൻ നെക്സ്റ്റ് 24ാമത്തെ ചോദ്യം മാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് ഒന്നും പറയാൻ ഡയറക്റ്റായിട്ട് മാച്ച് ചെയ്യാണ്. ടോൾമാൻ എന്താണ്? സൈൻ ലേണിംഗ് തിയറിയാണ് ടോൾമാൻ്റെ. കേർട്ട് ലെവിൻ്റെ എന്താണ്? കേർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി തന്നെയാണ്. ഹള്ളിൻ്റെ ആണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി ഹള്ളിൻ്റെ ആണ്. സ്കിന്നറുടെ ആണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് സ്കിന്നർ. ഓക്കെ. ടോൾമാൻ സൈൻ ലേണിംഗ് തിയറി, കേർട്ട് ലെവിൻ ഫീൽഡ് തിയറി, ദെൻ ക്ലാർക്ക് ഹള്ളിൻ്റെ ഡ്രൈവ് റിഡക്ഷൻ മോഡൽ, ദെൻ BF സ്കിന്നറുടെ ആണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി ലോ ഓഫ് പ്രോക്സിമിറ്റിയുമായി ബന്ധപ്പെട്ടത് ഇതിൽ ഏതാണ്? ഈ ഒരു പിക്ചേഴ്സ് നമുക്കറിയാം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റിയുമായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓർഗനൈസേഷൻ NCSE അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. NCSE നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. അത്രയേ ഉള്ളൂ. ഇനി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മെഷറിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഏതാണ്? സോഷ്യോമെട്രി ആണ്. സോഷ്യോമെട്രി. Then according to multiple intelligence theory of Gardner, dash involves ability to comprehend words and sentences, good reading, writing, memorizing new words and so on. ഇതൊക്കെ എന്താ വരിക? ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ് അല്ലേ? ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. ഇനി കണ്ടീഷൻ റെസ്പോൺസ് മേ ബി എലിമിനേറ്റഡ് ബൈ വിഡ്രോവിങ് റീഇൻഫോഴ്സ്മെൻറ്റ്. ദിസ് ഈസ് നോൺ ആസ് എക്സ്റ്റൻഷൻ ആണ്. Then which stage of creativity is characterized by the aha moment? ഏതാണ്? illumination അല്ലേ? aha moment എന്ന് പറയുന്നത് illumination ആണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ? ഡിസ്ലെക്സിയ ആണ് അല്ലേ, ഡിസ്ലെക്സിയ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് അല്ലേ. സോ ഒന്നാമത്തെ ഓപ്ഷനാണ്. ഇനി ദ ഐഡിയ ഓഫ് ലൈഫ് സ്പേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലൈഫ് സ്പേസ് എന്ന് പറയുന്ന ആരുടെ ഐഡിയ ആണ്? ദറ്റ് ഈസ് കർട്ട് ലെവിൻ്റെ ആണ്. ഓക്കെ, നെക്സ്റ്റ് 33ാമത്തെ ചോദ്യം നമ്മുടെ ജെറോമസ് ബ്രൂണറുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറാണ് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വണ്ണ് തന്നെയാണ്. നോക്കൂ, ദേ ആർ ഇൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. നമുക്ക് ഒത്തിരി പ്രാവശ്യം പറഞ്ഞ അഡോളസൻസ് സൈക്കോളജിയിലൊക്കെ എന്താണ്? ദേ ആർ ഇൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അവർ വരുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ? അല്ല. സോ ഇതാണ് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ദേ ആർ ഫോർമൽ. ബാക്കി എല്ലാം തന്നെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇതിൽ നല്ല നല്ല പോയിൻറ്റ്സ് ആണ്. നമ്മുടെ അഡോളസൻസ് സൈക്കോളജി ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന നല്ല നല്ല പോയിൻറ്റ്സ് ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ദേ ആർ ഇൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് വരുന്നത്. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസിൽ. ക്ലിയർ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ദ ടേം സ്പോണ്ടേനിയസ് റിക്കവറി റിലേറ്റ്സ് വിത്ത് ഏതാണ്? നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ടാണ് വരുന്നത് അല്ലേ. ഓപ്ഷൻ സി ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി ദ ഫിഫ്ത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഓഫ് എറിക്സൺ ഈസ് ഫീച്ചേർഡ് ബൈ. ഫിഫ്ത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഇസ് ഫീച്ചേർഡ് ബൈ സെൻസ് ഓഫ് സെൽഫാണ്. സെൻസ് ഓഫ് സെൽഫാണ്. നമ്മുടെ അഡോളസൻസ് ആ ഒരു ഏജൊക്കെ നമ്മുടെ ആ ഒരു സ്റ്റേജൊക്കെ വരുന്നത് ഈ ഫിഫ്ത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അല്ലേ. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഈ നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഒക്കേഴ്സ് ഫ്രം നിയർ ടു ഫാർ. ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? പ്രോക്സിമോഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. 37ാമത്തെ ഉത്തരം എന്താണ്? പ്രോക്സിമോഡിസ്റ്റൽ പ്രിൻസിപ്പിളാണ്. ഇനി 38ാമത്തെ ചോദ്യം എന്താ? ടേം മൈക്രോ ടീച്ചിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് DW അലൻ ആണ് അല്ലേ. DW അലൻ ആണ്. ദെൻ ദ കറക്റ്റ് ഓർഡർ ഫ്രോയിഡ് സൈക്കോ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. ആ ഒരു കറക്റ്റ് ഓർഡറാണ്. ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് കേട്ടോ. ഓറൽ, ഏനൽ, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ സുരേഷ് ഫെയിൽഡ് ഇൻ KTET എക്സാം ഫോർ ദാറ്റ് ഹി ബ്ലെയിംസ് ഹിസ് ടീച്ചർ. ബ്ലെയിംസ് ഒരൊറ്റൊരു വാക്ക് മതി. ബ്ലെയിംസ് ഹിസ് ടീച്ചർ ഫോർ ഹിസ് ഫെയിലിയർ. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രൊജക്ഷൻ. KTETൽ തോറ്റത് പഠിക്കാത്തത് കൊണ്ടല്ല, ടീച്ചറിനെയാണ് ബ്ലെയിം ചെയ്തല്ലേ. അതുകൊണ്ട് എന്താണത്? പ്രൊജക്ഷനാണ്. ആ ഒരു ഡിഫൻസ് മെക്കാനിസം പ്രൊജക്ഷനാണ്. കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ 40 മാർക്കിൻ്റെ മോഡൽ എക്സാം നമ്മളിന്ന് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗങ്ങളിൽ 1-2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഡിഫൻസ് മെക്കാനിസം, പിയാഷെയുടെ തിയറി, എറിക്സന്റെ തിയറി, അവർക്ക് അഡോളസൻസ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവം ഏറ്റവും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. പിശുക്കൊന്നും കാണിക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീരെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ എക്സാമിന്. കാരണം നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്ന എല്ലാ ഭാഗത്തു നിന്നും കവർ ചെയ്തിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയാസ് ഒന്നും കൂടി നന്നായി പഠിക്കുക. ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. കാരണം നമുക്ക് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്ത് വേറെ ഒന്നിനും നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങൾക്ക് ഏതൊക്കെ അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എവിടെയൊക്കെയാണ് മിസ്സാവുന്നത് എന്നുള്ള കാര്യം. സോ ആ ഒരു മിസ് ചെയ്യുന്ന ഏരിയാസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ KTETുമായി ബന്ധപ്പെട്ട ബൂസ്റ്റർ സെഷനായിട്ടും ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദെൻ കീപ് വാച്ചിങ്. താങ്ക് യു.